അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്നല്ല. സുജൂദ് ചെയ്യാൻ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ പെണ്ണ് ആണിന്റെ മുന്നിൽ സുജൂദ് ചെയ്യേണ്ടിയിരുന്നു. അത്ര വലിയ ബന്ധമുണ്ട് ആർക്ക്? ആരോട്? പെണ്ണിന് ഭർത്താവിനോട്. ലൗ അമർതു ശൈഅൻ അൻ യസ്ജുദ ലിശൈഇൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. എന്നാൽ പോലും വല്ലദീ നഫ്സി ബിയദിഹി ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ഖ റബ്ബിഹാ ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ. ഭർത്താവിന്റെ കടമ വീട്ടാതെ ഒരിക്കലും ഒരു പെണ്ണ് റബ്ബിന്റെ കടമ വീട്ടുകയില്ല. ഭർത്താവിന്റെ കടമ വീട് അല്ലാഹയോടുള്ള കടമ ഒരു പെണ്ണിന് വീടണമെങ്കിൽ ആ പെണ്ണ് ആരോട് കടമ വീട്ടണം? ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, നോക്കൂ സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പുണ്യ നബിയോട് ചോദിച്ചു, അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലൽ മർആ. കേട്ടോളൂ. വിവാഹിതയായ പെണ്ണിന് സ്വന്തം ബാപ്പയോടല്ല പ്രധാന കടമ. വിവാഹിതയായ എന്നാൽ പുരുഷന്, ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹിതയായ പെണ്ണിന് പുരുഷന് ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും വലിയ ബാധ്യത ഉമ്മയോട്, ബാപ്പയോട്. എന്നാൽ വിവാഹിതയായ പെണ്ണിന് ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിനോട്. ഒന്നും കൂടെ പറ, പുരുഷന് ഏറ്റവും വലിയ ബാധ്യത ഉമ്മയോട്, ബാപ്പയോട്. മനസ്സിലായില്ലേ? എന്നാൽ വിവാഹിതയായ പെണ്ണിന് ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിനോട്. ശ്രദ്ധിക്കണം. അഥവാ വിവാഹിതയാകുന്നതോടുകൂടെ അവൾ ശിരസ വഹിക്കേണ്ടത് ഭർത്താവിന്റെ കൽപ്പനയാണ്. ആ വിവാഹത്തിൽ അവൾ നിൽക്കുന്ന കാലം അത്രയും. പിന്നെ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ബായിച്ചി പറഞ്ഞതുകൊണ്ടാണ്, അവിടെ ഉമ്മച്ചി പറഞ്ഞതുകൊണ്ടാണ് എന്നുള്ള വർത്താനൊന്നും ഇല്ല. എന്നാ ബായിച്ചി പറഞ്ഞതിനോട് യോജിക്കാം. അതിലേക്ക് ആരെ കൊണ്ടുവരണം? ഭർത്താവിനെ. ഇനി ബായിച്ചിയുടെ അഭിപ്രായവും ബാപ്പയുടെ അഭിപ്രായവും ഭർത്താവിന്റെ അഭിപ്രായവും പരസ്പര വിരുദ്ധമായാൽ മുൻതൂക്കം നൽകേണ്ടത് ഭർത്താവിന്റെ അഭിപ്രായത്തിനാണ്. അങ്ങനെയാണ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഭർത്താവ് യാത്ര പോയി ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്നവരെ വീട്ടിൽ നിന്ന് പോവരുത്. പെണ്ണിന്റെ ആള് വന്നു, നിന്റെ ഉപ്പാക്ക് സുഖല്യ. അപ്പോൾ പെണ്ണ് ഹബീബായ നബിയുടെ അടുത്തേക്കാൾ അയച്ചു, നബിയെ എന്റെ ബാപ്പാക്ക് സുഖമില്ല, ഭർത്താവ് ആവട്ടെ, പിന്നെ ഞാൻ വരുന്നവരെ പുറത്തു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനാണ് വഴിപ്പെടേണ്ടത്. മുസ്തഫ നബി പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആള് വന്നു, ബാപ്പ സക്രാത്തിലാണ്. അപ്പോഴും ഹബീബായ നബി അതന്നെ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആള് വന്നു, ബാപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോഴും ആള് പോയി. ഉടനെ ഹബീബായ നബി പറഞ്ഞു, മരിച്ച ആളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിക്കാം, നീ വീട്ടിലിരിക്കണം, കാരണം നീ വഴിപ്പെടേണ്ടത് ഭർത്താവിനാണെന്ന് ഹബീബായ നബി പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണ് ചിന്തിക്കണം. അവിടെ വായിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉമ്മച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കാക്ക ഗൾഫിൽ നിന്ന് വരികയാണ്, അതുകൊണ്ട് ഒരാഴ്ച അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഭർത്താവിന് സമ്മതമാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അതിനൊന്നും കണക്കില്ല പെണ്ണുങ്ങളെ. ഇതൊക്കെ വളരെ എല്ലാ പ്രശ്നത്തിനും കാരണം ഈ വായിച്ച് പറഞ്ഞു, ഉമ്മച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. ചില പ്രശ്നങ്ങളിലേക്ക് ഞാൻ വരാം, ആരും എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കണ്ട. അല്ല, എൻ്റെ വീട്ടിലെ പ്രശ്നമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. ഒക്കെ പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ എന്നെക്കാളും വലിയ പ്രശ്നമുണ്ട്, ഇന്ത്യയുടെ പ്രശ്നമുണ്ട് എന്നല്ല പറഞ്ഞർത്ഥം. മനുഷ്യനുണ്ടോ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇത് ശ്രദ്ധിക്കണം, ഇത് എങ്ങനെ വായിച്ച് ഉമ്മച്ചി ഇതൊന്നും അർത്ഥമില്ല. വിവാഹിതയായാൽ പിന്നെ പരിഗണിക്കേണ്ടത് ശറഇന്റെ കൽപ്പന എങ്ങനെയാ നോക്കൂ നിങ്ങൾ. ഇനി കേട്ടോളൂ, തൊബറാനി രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, മുതൽ പോലത്തെ ഹദീസ് കേട്ടോളൂ. ഇബ്നു അബ്ബാസിൻ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ജാഅത് ഇംറാത്തുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നു. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, അനാ വാഫിദത്തുൻ നിസാഇ ഇലൈക യാ റസൂലല്ലാഹ്, ഞാൻ സ്ത്രീ സംഘത്തിന്റെ പ്രതിനിധിയായി അങ്ങയുടെ അടുത്ത് വന്നതാണ്.
മദീന പെണ്ണുങ്ങളുടെ മൊത്തം ഒരു പ്രതിനിധിയായി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് ഈ പെണ്ണ് പറഞ്ഞു. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞു, ശ്രദ്ധിക്കൂ, ഹാദൽ ജിഹാദു കതബല്ലാഹു അലൽ റിജാൽ കതബഹുല്ലാഹു അലൽ റിജാൽ. യുദ്ധം അല്ലാഹു ആണുങ്ങൾക്ക് നിർബന്ധമാക്കി. അവർക്ക് ആ യുദ്ധത്തിൽ വല്ലാപത്തും വന്നാൽ അവർക്ക് കൂലി ലഭിക്കും. അവർ മരണപ്പെട്ടാലോ, അവർക്ക് വല്ല പോറലുമേറ്റാൽ, ഒരു തുള്ളി രക്തം ഒരു യോദ്ധാവിൻ്റെ നിലത്ത് വീണാൽ, സത്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു യോദ്ധാവിന്റെ ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അയാളെ സർവ്വദോഷവും അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് ഹബീബായ നബി. പഠിച്ചവനെ, ആ ശുഹദാക്കളിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ, അവരിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. മനസ്സിലായില്ലേ? എന്തിനു വേണ്ടി ആകണം? എന്തിനു വേണ്ടി ആകണം? യുദ്ധം എന്തിനു വേണ്ടി ആകണം? സത്യത്തിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാകണം. എന്തെങ്കിലും പക്ഷപാതത്തിന് വേണ്ടി ആകരുത്. സത്യത്തിനും നീതിക്കും വേണ്ടി ഒരാൾ അടരാടേണ്ടി വന്നു, അടരാടേണ്ടി വരും ചിലപ്പോൾ മനുഷ്യൻ. അങ്ങനെ ചെയ്തിട്ട് ഒരു തുള്ളി ചോര താഴെ വീണാൽ സത്യത്തിന് വേണ്ടിയുള്ള യുദ്ധം ആണ് പറഞ്ഞത്. അല്ലാതെ ഇന്നലെ ഡൽഹിയിൽ കണ്ടതുപോലെ പാവപ്പെട്ട മനുഷ്യരെയും വഴിപോക്കളെയും യാത്രക്കാരെയും ബുദ്ധിമുട്ടാക്കുന്ന സ്ഫോടനങ്ങളല്ല. അത് വലിയ തെറ്റാണ്, അത് തിന്മയാണ്. അത് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൽ ശിക്ഷിക്കപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നലെ കണ്ടില്ലേ ബോംബെയിൽ, ഡൽഹിയിലല്ലേ 30 ആളോ മറ്റോ, എത്ര ഡൽഹിയിൽ 30 ആളല്ലേ ഔദ്യോഗിക കണക്ക് 30 ആള്. എന്താ ഇതൊക്കെ വലിയ വേദനാജനകമായ സംഗതിയല്ലേ? ആര് ചെയ്താലും അതിന്റെ പേരിൽ അള്ളാഹുവെങ്കിൽ ശിക്ഷിക്കപ്പെടും. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. വലിയ കുറ്റമുണ്ടാകും. എന്നാലോ ഒരു സത്യത്തിന് വേണ്ടിയുള്ള രാജ്യം അംഗീകരിക്കുന്ന, നേതാവ് അംഗീകരിക്കുന്ന എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ, അതനുസരിച്ച് ഒരു നിയമപരമായ ശറഈന്റെ നിയമം പാലിക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തിന് ആണുങ്ങൾക്ക് വലിയ കൂലി ലഭിക്കും. എന്നാലോ ഇനി വൈൻമാത്തു, അവർ മരിച്ചു പോയാലോ, കാനു അഹ്യാൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിക്കും. അല്ലാഹുവിന്റെ അവർക്ക് അവിടെ ഭക്ഷണവും ലഭിക്കും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മരിച്ച ആളുകൾ മരിച്ചു എന്ന് പറയാൻ പാടില്ല. അവർ ജീവിച്ചിരിക്കുന്നവരാണ് പറയാൻ പാടില്ല, വിചാരിക്കാൻ പാടില്ല. അവരത്ര വലിയ സ്ഥാനത്താണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഈ പെണ്ണ് മുസ്തഫ നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നഹ്നു മആശിറുൻ നിസാ, നീ പെണ്ണ് വിഷയം അവതരിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണില്ലേ പറഞ്ഞത്? ഇങ്ങനെയൊക്കെയാണ് ആണുങ്ങളെ കാര്യം. അവർക്ക് അല്ലാഹു യുദ്ധം നൽകി, യുദ്ധത്തിന് അവർ പോകുന്നു. എന്നാൽ ഞങ്ങൾ പെണ്ണുങ്ങളോ, നഖൂമു അലൈഹിം, ആ ആണുങ്ങളെ കാര്യങ്ങൾ മുഴുവനും ഞങ്ങൾ നിർവഹിക്കും. എന്നാൽ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണുള്ളത്? ഞങ്ങൾക്ക് യുദ്ധവുമില്ല, യുദ്ധത്തിനുള്ള പോക്കുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല. എന്നാൽ ഞങ്ങൾക്ക് എവിടെ നബിയെ കൂലി കിട്ടണ്ടേ? ഞങ്ങൾക്കും സ്വർഗം വേണ്ടേ ഞങ്ങൾക്കുമെന്ന്. ഈ യുദ്ധം ഞങ്ങൾക്കില്ല, യോദ്ധാവിന്റെ സ്ഥാനവും ഞങ്ങൾക്കില്ല, മരിച്ചാൽ യോദ്ധാവിന്റെ ആ സ്ഥാനത്തുള്ള സാഹചര്യവും ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾക്ക് പദവി എന്തെങ്കിലും വേണ്ടേ, സ്വർഗം വേണ്ടേ എന്ന് സഹോദരി ഹബീബായ റസൂലുള്ളാഹി ഫഖാല നബിയു അബ്ലിഗി മൻ ലഖീതി മിനൻ നിസായി, അബ്ലിഗി നീ എത്തിച്ചു കൊടുക്ക്, മൻ ലഖീതി മിനൻ നിസായി, നീ കണ്ടുമുട്ടുന്ന എല്ലാ പെണ്ണിനോടും ഇന്ന് മുതൽ നീ പറയുക, അന്ന ത്വാഅത സൗജി, ഭർത്താവിന് വഴിപ്പെടുന്നത്, വഅത്റാഫൻ ബിഹഖിഹി, അവന്റെ സ്ഥാനത്തെ മാനിക്കുക, അംഗീകരിക്കുക എന്നുള്ളത്, യഅദിലുൽ ജിഹാദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്ന സ്ഥാനം ലഭിക്കുന്ന കാര്യമാണ് എന്ന് ഖാല റസൂലുള്ളാഹി. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്നാൽ ഫഖലീലും മിൻകുന്ന മൻ യഫഅലുഹു, പക്ഷേ ഈ സ്ഥാനം വാങ്ങുന്നവർ നിങ്ങളിൽ വളരെ കുറവാണ്. ഫഖലീലും മിൻകുന്ന മൻ യഫഅലുഹു, ഈ സ്ഥാനം വാങ്ങുന്നവർ നിങ്ങളിൽ വളരെ കുറവാണ്. وما منهن امرأة علمت أو لم يعلم إلا وهي تهوي مخرج إليك الله رب الرجال